പോകുന്നത് ഹോളിവുഡിലെ ഈ വർഷത്തെ ഏറ്റവും മികച്ച 10 സിനിമകൾ നമ്മൾ ലിസ്റ്റ് ചെയ്യാൻ പോവാണ്. ഒരു റാങ്കിങ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും ഏറ്റവും കൂടുതൽ മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് ഞാൻ കുട്ടിയായിരുന്നു. ഞാനത് HBO-ലൊക്കെ വന്നപ്പോൾ ആ സമയത്താണ് ഞാൻ കണ്ടിട്ട്. കോമിക് ബുക്ക് ഫാൻസിനെയും എല്ലാ സിനിമ ഫാൻസിനെയും ഒരേപോലെ കൊണ്ടു നടന്ന ഒരാളാണ് ഹ്യൂ ജാക്ക്മാൻ. പക്ഷേ സ്ലം ഡോഗ് മില്യണിയറിൽ അഭിനയിച്ച നടനെ ഒരു ഇന്ത്യൻ ജോൺ വിക്ക് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന പലതവണ റീബൂട്ട് ചെയ്ത് റീമേക്ക് ചെയ്തൊക്കെ ഒരു സിനിമയ്ക്കകത്ത് ഈ ചുഴലിക്കാറ്റിലൊരു പശു പാറിപ്പോകുന്ന ഒരു രംഗമൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ ക്രിട്ടിക്കൽ അക്ലൈം കിട്ടിയൊരു സീനായിരുന്നു. നമസ്കാരം, മോട്ടോ വേൾഡ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹോളിവുഡിലെ ഈ വർഷത്തെ ഏറ്റവും മികച്ച 10 സിനിമകൾ നമ്മൾ ലിസ്റ്റ് ചെയ്യാൻ പോവാണ്. ഒരു റാങ്കിങ് നമ്മൾ നടത്താൻ പോവുകയാണ് ഈ സിനിമകളുടെ. ഒരുപാട് സിനിമകളുണ്ട് ഇതിനകത്ത്. ഇതിൽ സൂപ്പർ ഹീറോ സിനിമകളുണ്ട്, അല്ലാതെ വളരെ ഫാൻറ്റസി ജോണറിൽ വന്ന സിനിമകളുണ്ട്, സൈഫൈ പടങ്ങളുണ്ട്. അങ്ങനെ എല്ലാ ടൈപ്പ് സിനിമകളും ഈ ഒരു ജോണറിനകത്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ ഒരു ടോപ്പ് 10 റാങ്കിങ് ലിസ്റ്റാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. സോ ഗൈസ്, നമ്മൾ ഇന്നുള്ളത് സത്യജിത് റായ് ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്, കൊൽക്കത്തയിൽ. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യം ഒരു കാര്യം പറയാം. ഇതൊരു ടോപ്പ് 10 ലിസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഇതൊരു നമ്മളെന്താ പറയുക, ഒരു പടത്തിനേക്കാൾ മികച്ചത് മറ്റൊരു സിനിമ എന്നുള്ള രീതിയിലുള്ള ഒരു ലിസ്റ്റല്ല. ഇതിൽ നമുക്ക് ഈ വർഷം ഇഷ്ടപ്പെട്ട 10 സിനിമകളുടെ ഒരു ലിസ്റ്റാണിത്. ഈ വർഷം എനിക്ക് പേഴ്സണലി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും ഏറ്റവും കൂടുതൽ മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് തന്നതുമായിട്ടുള്ളൊരു പടമാണ് ഡ്യൂണിൻ്റെ 2ാം ഭാഗം. ദ സെക്കൻഡ് പാർട്ട് ഓഫ് ഡ്യൂൺ ഭയങ്കര രസമായിട്ട്, ഭയങ്കര ഈവൻ നമുക്ക് പറയാവുന്ന ഒരു മാസ് ഫീലിംഗ് തന്നൊരു സിനിമയായിരുന്നു. പറയുമ്പോൾ 1ാം ഭാഗം കുറേ കൂടെ സ്ലോ ആയ, കുറച്ചും കൂടെ ഒരു ഗ്രൗണ്ടഡ് ആയ രീതിയിൽ പറഞ്ഞു പോയൊരു സൈഫൈ പടമാണെങ്കിലും സെക്കൻഡ് പാർട്ട് കുറച്ചും കൂടെ ഒരു പവർഫുള്ളായൊരു സാധനം നമുക്ക് തരാൻ പറ്റിയ പടത്തിന്. പിന്നെ അതിൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള വേറെ പല കാര്യങ്ങളും ആ പടത്തിനകത്ത് വളരെ ശ്രദ്ധിച്ച് ചെയ്തിട്ടുണ്ട്. ഡെന്നി വില്യനോവ് ആണ് സംവിധാനം ചെയ്തത്. ഡെന്നി വില്യനോവ് ഇതിന് മുന്നേ ബ്ലേഡ് റണ്ണർ, അതേപോലെ പഴയ ബ്ലേഡ് റണ്ണർ അല്ല, ബ്ലേഡ് റണ്ണർ 2049, അതേപോലെ അറൈവൽ, അങ്ങനെയൊക്കെ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള ആളാണ് ഡെന്നി വില്യനോവ്. പുള്ളിക്കാരൻ്റെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഓഫ് ഹിസ് ക്രാഫ്റ്റ് നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റും. പിന്നെ നമുക്ക് അഭിനയിച്ചിട്ടുള്ളത് ടിമോത്തി ഷാലമെറ്റ്, അതേപോലെ സെൻഡായ, ജോഷ് ബ്രോലിൻ, അങ്ങനെ ഒരുപാട് വലിയ വലിയ ആക്ടേഴ്സ് ഈ സിനിമയുടെ പാർട്ടായിട്ടുണ്ടായിരുന്നു. വില്ലനായിട്ട് വന്ന ഓസ്റ്റിൻ ബട്ട്ലർ, നമുക്ക് അറിയാം എൽവിസ് ആയിട്ടൊക്കെ അഭിനയിച്ച സെയിം ആൾ ഓസ്റ്റിൻ ബട്ട്ലറാണ് ഫൈഡ് റൗത്ത ഹാർക്കണൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചെയ്യുന്നത്. പുള്ളിക്കാരനൊക്കെ വളരെ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ റോളായിരുന്നെങ്കിലും വളരെ ഇമ്പാക്റ്റ്ഫുൾ ആയിരുന്നു ഈ സിനിമയ്ക്കകത്ത്. സോ ഈ സിനിമ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഇത് ആമസോൺ പ്രൈമിനകത്ത് കിടപ്പുണ്ട്, അല്ലെങ്കിൽ ജിയോ സിനിമയിലും ഉണ്ട്. സോ കാണാത്തവരെല്ലാവരും എന്തായാലും കാണുക. ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് ഫിലിം. ഇതിൽ 2ാമതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഫ്യൂരിയോസ എന്ന് പറയുന്നൊരു സിനിമയാണ്. സോ ഫ്യൂരിയോസ അറിയാവുന്നവർക്കറിയാം, ഇത് മാഡ് മാക്സ് ഫ്യൂറി റോഡ് എന്ന സിനിമയുടെ ഒരു സ്പിൻ ഓഫ് ആയിരുന്നു. അതിനകത്ത് വരുന്ന ഫ്യൂരിയോസ എന്ന ക്യാരക്ടറിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്പിൻ ഓഫ് ആയിരുന്നു. ആൻഡ് ഈ സിനിമ നമുക്ക് മാഡ് മാക്സ് തിയേറ്ററിൽ കാണാൻ പറ്റാതെ പോയ ഒരുപാട് ആൾക്കാരുണ്ടല്ലേ. മാഡ് മാക്സ് ഫ്യൂറി റോഡൊക്കെ ഇറങ്ങുന്ന സമയത്തൊക്കെ ഞാൻ കുട്ടിയായിരുന്നു. ഞാനത് HBO-ലൊക്കെ വന്നപ്പോൾ ആ സമയത്താണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ആ മിസ്സായ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എല്ലാവർക്കും റീലീവ് ചെയ്യാനുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഫ്യൂരിയോസ കൊണ്ട് നമുക്ക് കിട്ടിയത്. ഇനി തിയേറ്ററിൽ മിസ്സായവർക്കും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ലൊരു സ്ക്രീനും നല്ലൊരു ഹെഡ്ഫോണൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്ക് അതേ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടും. ആൻഡ് ഫ്യൂരിയോസ് ഇതേപോലെ പ്രൈമിനകത്ത് കിടപ്പുണ്ട്. എല്ലാവരും മസ്റ്റായിട്ട് ചെക്കൗട്ട് ചെയ്യുക. കോമിക് ബുക്ക് ഫാൻസിനെയും എല്ലാ സിനിമ ഫാൻസിനെയും ഒരേപോലെ കൊണ്ടു നടന്ന ഒരാളാണ് ഹ്യൂ ജാക്ക്മാൻ. ഹ്യൂ ജാക്ക്മാൻ്റെ വോൾവറിൻ നമുക്ക് സ്ക്രീനിൽ എത്ര കണ്ടാലും മതിയാവാത്തൊരു വേഷമാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 23 വർഷമായിട്ട് ഒരു റീകാസ്റ്റും ഇല്ലാതെ പോകുന്നൊരു സൂപ്പർ ഹീറോയും കൂടെയാണ് വോൾവറിൻ. ആൻഡ് ഈ വർഷം നമുക്ക് ആ ഒരു ക്യാരക്ടറിനെ വീണ്ടും കാണാൻ സാധിച്ചു. അതും ഒരു ഡെഡ്പൂൾ മൂവിയിൽ. ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ എന്ന് പറയുന്ന മാർവൽ സ്റ്റുഡിയോസിൻ്റെ, അതായത് MCUവിൻ്റെ അകത്ത് വരുന്ന ഒരു സിനിമയ്ക്കകത്ത് നമുക്കിത് കാണാൻ സാധിച്ചു. സോ MCUവിൻ്റെ അകത്ത് നമുക്കറിയാം ഈ എക്സ്മെൻ അല്ലെങ്കിൽ ഡെഡ്പൂളൊന്നും ഇത്ര കാലം പാർട്ടായിരുന്നില്ല. കാരണം ഇവർക്ക് അതിൻ്റെ റൈറ്റ്സ് ഉണ്ടായിരുന്നില്ല MCUവിന് അപ്പാരൻ്റ്ലി. പക്ഷേ ഈ ഒരു സിനിമയോടുകൂടി അത് മാറുകയും ഈ എക്സ്മെൻ ക്യാരക്ടേഴ്സിനെ എല്ലാതും MCUവിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. പിന്നെ വേറെ ഒരുപാട് സർപ്രൈസ് എലമെൻറ്റുകളുണ്ട് ഈ സിനിമയ്ക്കകത്ത്. കണ്ടവർക്കറിയാം, കാണാത്തവരെന്തായാലും കാണുക. ഇപ്പോഴും പല തിയേറ്ററുകളിനകത്തും കളിക്കുന്നുണ്ട്. OTT അവൈലബിൾ ആയിട്ടില്ല, ഉടനെ വരും. സോ ഈ പടം എന്ന് പറയുമ്പോൾ ഒരുപാട് ഒരു കോമിക് ബുക്ക് മൂവി ഫാൻ എന്നുള്ള നിലയിൽ നമ്മളൊരു 2001 തൊട്ടിട്ട് അല്ലെങ്കിൽ അതിൻ്റെ മുന്നേ തൊട്ടിട്ടുള്ള സിനിമകളിൽ അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള ഒരു നൊസ്റ്റാൾജിക് റൈഡാണ് ഈ സിനിമ. സോ
കാണാത്തവരാരും അത് മിസ് ചെയ്യരുത്, എല്ലാവരും പോയി കാണുക. ദേവ് പട്ടേൽ എന്ന പേര് പറഞ്ഞ എത്ര പേര് മുന്നേ കഴിഞ്ഞ വർഷമോ അതിൻ്റെ മുന്നത്തെ വർഷമോ അറിയുമായിരുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷെ അന്നൊക്കെ അറിയപ്പെട്ടിരുന്ന സ്ലം ഡോഗ് മില്യണയറിൽ അഭിനയിച്ച പയ്യൻ എന്നുള്ള രീതിയിൽ നമുക്കൊക്കെ അറിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ദേവ് പട്ടേൽ എഴുതി സംവിധാനം ചെയ്ത പുള്ളി തന്നെ അഭിനയിക്കുന്ന മങ്കി മാൻ എന്നൊരു സിനിമ ഈ വർഷം റിലീസായിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ OTT അവൈലബിൾ അല്ല, ഇന്ത്യയിൽ അതിന് ചെറിയൊരു ബാനൊക്കെ ഉണ്ട്. പക്ഷേ അത് നമുക്ക് ടൊറൻറ്റിലും അതേപോലെ ടെലിഗ്രാമിലൊക്കെ ഈ പടം അവൈലബിൾ ആണ്. അപ്പോൾ തപ്പിക്കെടുത്ത് കഴിഞ്ഞാൽ കിട്ടും. ആൻഡ് ഒരു ഇന്ത്യൻ ജോൺ വിക്ക് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്നൊരു സിനിമയായിരുന്നു മങ്കി മാൻ. ആക്ഷൻ സീൻസൊക്കെ വളരെ വളരെ വെൽ എക്സിക്യൂട്ടഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ശരിക്കൊരു മുംബൈ നഗരത്തിനകത്ത് നടക്കുന്ന ഒരു ജോൺ വിക്ക് സ്റ്റോറിയാണ് മങ്കി മാൻ. പക്ഷെ കുറച്ചുകൂടെ ലെയറിങ് ഉണ്ട് ജോൺ വിക്കിനേക്കാളും. ഒരുപക്ഷെ ജോൺ വിക്കിനകത്ത് വരുന്ന ഒരു അസാസിൻ പരിപാടി അല്ലാതെ ഒരു റിവെഞ്ച് സ്റ്റോറിയും അതിനകത്ത് വരുന്ന വേറെ കുറച്ച് ഒരു മൈത്തളോജിക്കൽ ആസ്പെക്റ്റുകളൊക്കെ കൊണ്ട് ഈ പടം വളരെ റിച്ചാണ്. ആൻഡ് അമേസിങ് ഡയറക്ഷൻ, അമേസിങ് ഫിലിം, എല്ലാവരും പോയി കാണുക. പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് എന്ന് പറയുന്നത് ഒരുപാട് വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സീരീസാണ്. സീരീസ് അല്ല, ഫിലിം സീരീസാണ്. ആൻഡ് അത് എനിക്ക് തോന്നുന്നു 1960കളിലൊക്കെ തുടങ്ങിയതായിരുന്നു പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് സിനിമകൾ. ആൻഡ് അത് പല റൂട്ടുകളിൽ പോയി അത് പലതവണ റീബൂട്ട് ചെയ്ത് റീമേക്ക് ചെയ്തൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നമുക്കൊരു റണ്ണിങ് സീരീസ് ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് വിത്ത് റൈസ് ഓഫ് ദ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് എന്ന സിനിമയിൽ സ്റ്റാർട്ട് ചെയ്തത്. ആ ഒരു ട്രിലജിക്ക് ശേഷം നടക്കുന്ന സംഭവങ്ങൾ, അതായത് റൈസ് ഓഫ് ദ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ്, വാർ ഓഫ് ദ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ്, അങ്ങനെ 3 സിനിമകളുണ്ടായിരുന്നു. ആ 3 സിനിമകൾക്ക് ശേഷം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന ഒരു കഥയായിട്ട് ഈ വർഷം നമുക്ക് കിങ്ഡം ഓഫ് ദ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് എന്നൊരു സിനിമ വന്നിട്ടുണ്ട്. കിങ്ഡം ഓഫ് ദ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കൺസെപ്റ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അത് ഒരു മനുഷ്യരെപ്പോലെ മൃഗങ്ങൾ ജീവിക്കും, മൃഗങ്ങളെപ്പോലെ മനുഷ്യർ ജീവിക്കുകയും ചെയ്യുന്നൊരു സിറ്റുവേഷനകത്ത് നടക്കുന്ന കുറച്ച് സംഭവങ്ങളാണ്. ഒരു ലൈക്ക് കുരങ്ങന്മാർ ലോകത്തിൻ്റെ ഡോമിനൻറ്റ് സ്പീഷീസായി മാറുന്നതൊക്കെയാണ് അതിൻ്റെ ഒരു കഥ. സോ ആ പടം നമ്മൾ ഈ പറഞ്ഞ പോലെ ഹോട്ട്സ്റ്റാറിൽ കിടപ്പുണ്ട്, ഡിസ്നിയിൽ കിടപ്പുണ്ട്. എല്ലാവരും ചെക്കൗട്ട് ചെയ്യുക പോയിട്ട്. വളരെ നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു സംഗതി. ഇത്തവണ ഇതേപോലെ നമ്മളിപ്പോൾ ഒരുപാട് സീക്വൽസിനെ പറ്റി പറയുന്നുണ്ട്. ഇതൊരു സീക്വൽ അല്ല, ഇതൊരു റീബൂട്ട് അല്ലെങ്കിൽ ഒരു റീമേക്ക് എന്ന് പറയാവുന്ന ഒരു പടമായിരുന്നു ഈ വർഷം ഇറങ്ങിയ ട്വിസ്റ്റേഴ്സ്. ഇത് കുറച്ചധികം വർഷം മുന്നേ, ഒരു 10-20 വർഷം മുന്നേ ഇറങ്ങിയ ട്വിസ്റ്റർ എന്ന പേരിലുള്ള ഒരു സിനിമയുടെ ഒരു റീബൂട്ടായിരുന്നു. ആൻഡ് ഈ ട്വിസ്റ്റർ എന്നുള്ള പഴയ സിനിമ ആ ഒരു കാലത്ത് VFXനും അതേപോലെ അതിൻ്റെ ആർട്ട് വർക്കിനൊക്കെ ഒരുപാട് പേര് കേട്ടൊരു സിനിമയാണ്. കാരണം ഈ സിനിമ ഡീൽ ചെയ്യുന്നത് മൊത്തം ടൊർണാഡോകളെ പറ്റിയിട്ടാണ്, ചുഴലിക്കാറ്റുകളെ പറ്റിയിട്ടാണ് ഈ സിനിമ. സോ അന്ന് ഇറങ്ങിയ ഒരു സിനിമയ്ക്കകത്ത് ഈ ചുഴലിക്കാറ്റിലൊരു പശു പാറിപ്പോകുന്ന ഒരു രംഗമൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ ക്രിട്ടിക്കൽ അക്ലൈം കിട്ടിയൊരു സീനായിരുന്നു. സോ അതിൻ്റെ ഒരു റീബൂട്ടായിട്ട് വന്ന ട്വിസ്റ്റേഴ്സ് വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള, വളരെ എൻജോയബിൾ ആയിട്ടുള്ള ഒരു പടമായിരുന്നു. തിയേറ്ററിൽ പോയി കണ്ടവർക്കൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആ സിനിമയ്ക്കകത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. ആൻഡ് നമ്മളിപ്പോൾ ഈ പറയുന്ന പോലെ ഒരുപാട് ഇപ്പോൾ നമ്മൾ കാണുന്ന സിനിമകളൊക്കെ ഒന്നെങ്കിൽ സൂപ്പർ ഹീറോ ഫിലിംസ് അല്ലെങ്കിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫിലിംസ് ഒന്നും അല്ലാതെ ട്വിസ്റ്റേഴ്സ് നമ്മളൊരു കുട്ടിയാവുന്ന സമയത്ത് നമ്മൾ TV-യിലൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഹോളിവുഡ് സിനിമകളുണ്ടല്ലോ, അതുപോലത്തെ ആ ഒരു സ്റ്റൈലിലുള്ള ഒരു സിനിമയാണ് ഈ ട്വിസ്റ്റേഴ്സ്. ആൻഡ് അത് വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. അതിൽ അഭിനയിക്കുന്നത് ഗ്ലെൻ മെക്കവലാണ്. അത് വളരെ നന്നായി ചെയ്തിട്ടുണ്ട് ആ സിനിമ. സോ എല്ലാവരും, സിനിമ ആസ്വാദകർക്കൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ബിഫോർ ട്രിലജിയുടെ സംവിധായകനായ റിച്ചാർഡ് ലിങ്ക്ലേറ്റർ എഴുതി സംവിധാനം ചെയ്ത ഈ വർഷം റിലീസായ പടമാണ് ഹിറ്റ്മാൻ. നമുക്ക് നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. ഗ്ലെൻ പവലാണ് അഭിനയിച്ചിട്ടുള്ളത്. ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു തീമുള്ളൊരു സിനിമയാണ്. ഒരു ഹയേർഡ് അസാസിനും അയാളുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നൊരു പടമാണ്. ഫണ്ണി, ഒരു ഡാർക്ക് കോമഡി ജോണറിൽ വരുന്ന സിനിമയാണ്. എല്ലാവരും, പറ്റുന്നവരെല്ലാവരും പോയി കാണുക. കോൾ മീ ബൈ യുവർ നെയിം, അതേപോലെ ബോൺസ് ആൻഡ് ഓൾ, സസ്പീരിയ, ഇങ്ങനെയൊക്കെ കുറച്ച് സിനിമകൾ, വളരെ ക്രിട്ടിക്കൽ അക്ലൈം കിട്ടിയ സിനിമകൾ സംവിധാനം ചെയ്ത ലൂക്ക ഗോഡ്ഗിനോ സംവിധാനം ചെയ്ത സിനിമയാണ് ചാലഞ്ചേഴ്സ്. സെൻഡായാണ് ഈ സിനിമയ്ക്കകത്ത് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ഒരു ലവ് ട്രയാങ്കിൾ അല്ലെങ്കിൽ ഒരു ഈഗോ ക്ലാഷ് എന്നൊക്കെ പറയാൻ പറ്റുന്നൊരു സംഭവമാണ്. ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു സ്പോർട്സ് ഡ്രാമയാണ് ജോണർ. ഒരു ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു സെറ്റിംഗ് ആണ്. അത് കണ്ടു കഴിഞ്ഞാൽ അത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് തീരെ ഇഷ്ടപ്പെടില്ല. ആ തരത്തിലുള്ള ഒരു സിനിമയാണ്. അപ്പോൾ എല്ലാവരും കണ്ടുനോക്കുക. വർഷം തന്നെ റിലീസായ 2 ആനിമേറ്റഡ് സിനിമകളെ പറ്റിയും കൂടെ നമുക്ക് പറയാനുണ്ട്. എല്ലാവരും വളരെ ഇഷ്ടപ്പെട്ട സിനിമകളാണ്. ഒന്നായിരുന്നു ഡെസ്പിക്കബിൾ മീ 4, അതായത് നമ്മുടെ ഗ്രൂം മിനിയൻസ് ഒക്കെയുള്ള പരിപാടി.
സോ അതിൻ്റെ 4ാം ഭാഗം ഈ വർഷം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ തിയേറ്ററിൽ പോയി കണ്ടു. വിച്ച് വാസ് എ ഗുഡ് ഫിലിം. എനിക്ക് മറ്റ് 3 സിനിമകളുടെ അത്ര അത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ഇറ്റ് വാസ് ഗുഡ്. അത് പ്രൈമിൽ കിടപ്പുണ്ട്, അത് കാണാവുന്നതാണ്. പിന്നെ അതേപോലെ ഇറങ്ങിയൊരു സിനിമയാണ് ഇൻസൈഡ് ഔട്ട് 2, ഡിസ്നിയുടെ പിക്സാറിൻ്റെ ഇൻസൈഡ് ഔട്ട് 2. ഇൻസൈഡ് ഔട്ട് 2 ഓൺ ദി അതർ ഹാൻഡ് എനിക്ക് അതിൻ്റെ ഫസ്റ്റ് സിനിമയൊക്കെ കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ 2ാം ഭാഗമായിരുന്നു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. വളരെ ഒരു കുട്ടിയുടെ ഒരു വളർച്ചയും ആ വളർച്ചയിൽ ആ കുട്ടിയുടെ ഇമോഷൻസിന് വരുന്ന മാറ്റവും ഒക്കെ ആയിട്ട് നമുക്കെല്ലാവർക്കും ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സിനിമയാണ്. സോ അത് ഡിസ്നി ഹോട്ട്സ്റ്റാറിൽ കിടപ്പുണ്ട്, അതെല്ലാവരും പോയി കാണുക. സോ ഗൈസ്, അതായിരുന്നു നമ്മുടെ ഈ വർഷത്തെ ടോപ്പ് 10 ഹോളിവുഡ് ഫിലിംസ്. ഇനി ഞങ്ങൾ പറയാത്ത ഏതെങ്കിലും സിനിമകൾ നിങ്ങളുടെ ലിസ്റ്റിൽ വരണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ പറയുക. അല്ല, വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് വിടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരുന്നെങ്കിൽ